രുചിഭേദങ്ങൾ. എല്ലാ കൂട്ടുകാർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് വീട്ടിലെങ്ങനെയാണ് പാലിൽ നിന്നും ഫ്രഷ് ക്രീം, വെണ്ണ, നെയ്യ് ഇതുണ്ടാക്കി കാണിക്കണേ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കണമെന്നേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ചെയ്യണത് അമ്മയാട്ടോ. അപ്പോൾ അമ്മ നാട്ടിലുള്ള സമയത്ത് ചെയ്യണ ഒരു രീതിയാണത്. ഇന്നേ വരെ ഇതൊന്നും ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ എന്ന് വിചാരിക്കണു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ രുചിഭേദങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് സൊസൈറ്റിയിൽ നിന്ന് പാല് കൊണ്ടുവരാറ്. അപ്പോൾ ഇതാ പാല് വാങ്ങി അതിന് ശേഷം കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൽ തന്നെയാണ് അന്നേ ദിവസം വൈകുന്നേരം, രാത്രി, പിറ്റേന്ന് രാവിലേക്കും ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ പാല് രാത്രി അമ്മ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച ശേഷം പിറ്റേന്ന് രാവിലെ എടുക്കണ സമയത്ത് മേലെ നല്ല തിക്കായിട്ടുള്ള പാട പോലെ കിടക്കുന്നുണ്ടാവും, നല്ല ആടയായിട്ടുണ്ടാവും, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ആട വേറൊരു ബൗളിലേക്ക് നമ്മൾ മാറ്റി വെക്കാറാണ് പതിവ്. അപ്പോൾ ഒരു ദിവസം ഇത്രയാണ് ആട കിട്ടാറ് കേട്ടോ. അപ്പോൾ നമ്മൾ പാല് വാങ്ങണതിനനുസരിച്ചായിരിക്കും ആടയുടെ അളവ് ഉണ്ടാവുക. അപ്പോൾ അതാ ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അമ്മ എങ്ങനെയാണ് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാത്രി വരെ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കും. അതിനുശേഷം രാത്രി ഫ്രിഡ്ജിലേക്ക് കയറ്റും. അങ്ങനെ പിറ്റേന്നും പാടയെടുക്കും. ഈ നമ്മൾ എടുത്തു വെച്ച ഈ ഒരു മിക്സിലേക്ക് വീണ്ടും ഒഴിക്കും, വെളിയിൽ വെക്കും, രാത്രി അകത്ത് കയറ്റും. ആ ഒരു രീതിക്കാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ പാത്രം ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ക്രീമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈരൊന്നും ചേർക്കാതെ ഈ ആട മാത്രമായിട്ട് ഒരു നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ബോക്സിൽ, നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ ഇട്ടിട്ട് ഫ്രീസറിൽ വേണം വെക്കാനായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് ഫ്രഷ് ക്രീമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് വെണ്ണയും നെയ്യും ഒക്കെ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കത് വെണ്ണയാക്കി എടുക്കണം. അതിനായിട്ട് ഈ തൈര് ചേർത്ത ആടയിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. മാറ്റിയ ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണ് അമ്മ. ഇതിൽ ഒന്ന് ലൈറ്റായിട്ട് വെള്ളം ചൂടാക്കി ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ തണുപ്പിൽ ഇളം ചൂട് തട്ടണ സമയത്ത് പെട്ടെന്ന് വെണ്ണയായി കിട്ടുന്നതാണ് പറയാറ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്കാണ് ചെയ്യണത്. കടകോല് കൊണ്ട് തന്നെയാണ് അമ്മ ഇത് കടഞ്ഞെടുക്കണേ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലും ചെയ്യാം. ആ ഒരു രീതി ചെയ്യാറില്ല അമ്മ. ഈ ഒരു പഴയ കാലത്തെ ഒരു മെത്തേഡിൽ തന്നെയാണ് ഇപ്പോഴും ചെയ്തു വരുന്നത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കടഞ്ഞാൽ മതി, നല്ല കട്ടിയായിട്ടുള്ള വെണ്ണ കിട്ടും നമുക്ക്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ പ്രാവശ്യം നമുക്ക് തൈര് ചേർത്താൽ മതി കേട്ടോ. പാട ചേർത്ത് വെക്കുന്ന സമയത്ത് എല്ലാ ദിവസവും തൈര് ഒഴിച്ച് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ തവണയും ആട ചേർത്ത് വെക്കുമ്പോൾ വെണ്ണ എടുത്ത് ഓരോ ബൗളിലായിട്ട് മാറ്റി വെക്കാറുണ്ട്. എന്നിട്ട് എല്ലാം കൂടെയാണ് അവസാനം അതിനെ നെയ്യാക്കി എടുക്കാറ് പതിവ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിന്ന് നല്ല തിക്കായിട്ട് വെണ്ണ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെന്നൈയിൽ ഞങ്ങൾ ചായക്കൊക്കെ ഉപയോഗിക്കുന്നത് ഫാറ്റ് കണ്ടൻറ്റ് തീരെ ഇല്ലാത്ത പാലാണ്. അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഫാറ്റ് കണ്ടൻ്റ് ഉള്ള പാലിൽ കിട്ടുമായിരിക്കും. അപ്പോൾ സൊസൈറ്റി പാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചായ വയ്ക്കാൻ തീരെ നന്നായിട്ടില്ല. ഡയറക്റ്റായിട്ട് നമ്മൾ ആ പാലിൽ തന്നെ നമ്മൾ പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ, എന്നാലേ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, നമുക്ക് നന്നായിട്ട് വെണ്ണ ഇതെന്ന് കിട്ടാറുണ്ട്. അപ്പോൾ അതെന്താ അതിൻ്റെ കാര്യമെന്ന് മനസ്സിലായിട്ടില്ല. എന്തായാലും അമ്മ ചെയ്യണ രീതി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ സൊസൈറ്റി പാൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരണമാണോ എന്നറിയില്ല. പശുവും പാലും എരുമപ്പാലൊക്കെ മിക്സ് ചെയ്തിട്ടാണോ വരണതെന്ന് അറിയില്ല. എനിക്ക് വലിയ പിടിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് എടുത്ത വെണ്ണ നമുക്ക് ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഇത്രയും വെണ്ണയുണ്ട് കേട്ടോ. ഓരോ പ്രാവശ്യമായിട്ട് എടുത്തതാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുക്കുകയാണ്. വേറൊരു പാത്രത്തിലും അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ റെസിപ്പീസിന് വെണ്ണ ആവശ്യമായി വരുന്നോ അതിലൊക്കെ നമുക്ക് ഈ വീട്ടിലുണ്ടാക്കിയ വെണ്ണ ഉപയോഗിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ പാത്രത്തിൻ്റെ വെയിറ്റ് ഞാൻ മൈനസ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 967 ഗ്രാംസ് ഉണ്ട് ഈ വെണ്ണ എല്ലാം കൂടെ ചേർത്തിട്ട്.
അങ്ങനെ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബട്ടർ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക അല്ലേ, അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ഇനി ഈ വെണ്ണ എങ്ങനെയാണ് നെയ്യാക്കി മാറ്റണമെന്നുള്ളത് കാണാം. അതിനായിട്ട് ഈ വെണ്ണ കുറേ പ്രാവശ്യം നല്ല വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഇതിൽ പാലിൻ്റെ അംശമേ ഉണ്ടാവാൻ പാടില്ല. അതിന് ശേഷം ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കണ സമയത്ത് എപ്പോഴും ഈ ഒരു കാര്യം ചെയ്യണ സമയത്തുണ്ടല്ലോ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. ഫ്ലെയിം കൂടുതലായി കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്സ്ചറും അതുപോലെ തന്നെ ടേസ്റ്റും മണമൊക്കെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെണ്ണ ഉരുക്കണ സമയത്ത് അടുത്തന്നെ നിന്നിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വെണ്ണ ഉരുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, മേലെ നല്ല പതയോടുകൂടെ നിൽക്കുന്നുണ്ട്. ഇനി ഈ പതയെല്ലാം പോയി നന്നായിട്ട് നല്ലൊരു മണം വരും കേട്ടോ നെയ്യായി കഴിയണ സമയത്ത്. അതുവരെ നമ്മൾ വെക്കണം. അപ്പോൾ ഇനി നല്ലൊരു മണം നെയ്യിന് ഉണ്ടാവാനായിട്ട് ഇതിൽ കുറച്ച് കറിവേപ്പില ഒന്ന് കൈകൊണ്ട് പിച്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുരിങ്ങയുടെ ഇലയുണ്ടല്ലോ അതുകൂടെ ഇടാം കഴുകിയിട്ട്. അപ്പോൾ കണ്ടില്ലേ, പതയൊക്കെ പതുക്കെ പോവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി തെളിഞ്ഞ് കാണുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടെ വെക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ് നോക്കണ സമയത്ത് നെയ്യ് തെളിഞ്ഞ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി 1-2 മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് നേരം ഇട്ട് കാച്ചിക്കൊണ്ടിരിക്കരുത്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നെയ്യ് നന്നായിട്ട് മുറുകി കിട്ടും. അതുമാത്രമല്ല മുറുകണ സമയത്ത് ഇതിൻ്റെ കളറ് മാറും, ടെക്സ്ചർ മാറും, ടേസ്റ്റ് മാറും. അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ നെയ്യ് ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. ഈ ബൗളിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് ഞാൻ നെയ്യ് ഇതിലൂടെയാണ് ഒഴിക്കണത്. കാരണം അതിൽ കറിവേപ്പിലയുണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ നെയ്യുടെ കക്കമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. അപ്പോൾ 325 ഗ്രാംസാണ് നെയ്യ് നമുക്ക് കിട്ടിയിരിക്കണേ കേട്ടോ. അപ്പോൾ ബട്ടർ എടുക്കണതിൻ്റെ പകുതി അളവേ നമുക്ക് നെയ്യ് കിട്ടുള്ളൂ. അതെല്ലാവർക്കും അറിയണതായിരിക്കും അല്ലേ. അപ്പോൾ കണ്ടില്ലേ, നല്ല ഫ്രഷ് ആയിട്ടുള്ള നെയ്യ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ആറിക്കഴിഞ്ഞാൽ, ഒരുപാട് ആറാനായി നിൽക്കരുത്, അങ്ങനെയാണെങ്കിൽ അത് കട്ടിയായി പോവും. അപ്പോൾ ബോട്ടിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു അരിപ്പ കൂടെ വെച്ചിട്ട് അതിലേക്ക് ഒന്ന് അരിച്ചെടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ക്ലീനായിട്ട് നമുക്ക് നെയ്യ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളല്ലേ. കുറച്ചധികം ദിവസങ്ങൾ നമുക്ക് വേണ്ടി വരും ഇതൊക്കെ കളക്ട് ചെയ്ത് ചെയ്യാമെന്നല്ലാതെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വെറും ഒരു പാലിൽ നിന്ന് നമുക്ക് എന്തോരം പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റൂലേ. ഇത് 3 മാത്രമല്ല, നമുക്ക് ചീസ്, പനീർ, എത്ര കാര്യങ്ങൾ നമുക്ക് ആ ഒരു പാലിൽ നിന്നും കിട്ടണതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് തരാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.